ഷെഫ് പിള്ള വേറൊരു സെലിബ്രിറ്റിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ? ആ ഞാൻ വേറെ രീതിക്ക്. വേറെ രീതിക്ക് വെച്ചാൽ ശരിക്കും അങ്ങനെ ഒരു ഈ ഒരു എൻ്റെ ഒരു മേഖലയിൽ അങ്ങനെ ആരും അങ്ങനെ വരാത്തത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ പറയുന്നതാണ് ഞാൻ. പക്ഷേ ആ ഒരു നമ്മുടെ ഒരു കർമ്മം അങ്ങനെ ചെയ്തു പോകുന്നു മാത്രം. അല്ല, നിങ്ങളുടെ കൈപുണ്യം മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ, മുകൾ മുതൽ താഴെയുള്ള താരങ്ങൾ വരെ നിങ്ങളുടെ കൈപുണ്യം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളുടെ പേര് പറയാൻ ഒരു പിള്ളേരൊന്നും ഉണ്ടാവോ? ഇല്ല. ഒരു ഒട്ടുമിക്ക എല്ലാ ആൾക്കാരുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പം ഭക്ഷണമാണ്. അപ്പോൾ എന്തായാലും അത് സാധാരണക്കാരായാലും അതിസമ്പന്നരായാലും എല്ലാവരും വന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെയുള്ളവർക്ക് സെർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഭക്ഷണമാണ് ഒരു മനുഷ്യന് വേണ്ട തൃപ്തി നൽകേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമാണല്ലോ എപ്പോഴും നമുക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ. ബാക്കി എന്ത് സംഭവവും ഒരു കുറച്ച് ഇപ്പോൾ വലിയൊരു കാർ വാങ്ങി, ഒരു മാസം 2 മാസം അല്ലെങ്കിൽ വലിയൊരു മൊബൈൽ വാങ്ങി, അല്ലെങ്കിൽ എന്ത് വേണേലും വാങ്ങിയാൽ ഒരു 1 2 മാസം കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ആ ക്രൈസ് അങ്ങ് കുറഞ്ഞ് പിന്നെ വീണ്ടും വേറെ എന്തെങ്കിലും വേണം. ഭക്ഷണം ഓരോ നേരവും നമുക്ക് 100% ഫുള്ളാവും. അത് തൃപ്തിയാവും. അപ്പോൾ അത് തൃപ്തിയാക്കുക, മനസ്സും അവരുടെ ആ ഒരു ഭക്ഷണം, രുചിയുള്ള ഒരു ഭക്ഷണം ഒരാൾക്ക് വെച്ച് വിളമ്പി കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് പേർക്ക് നിത്യവും ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സും നമുക്കും ഉണ്ട്. അതാണ്. ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ, ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് തൃപ്തി നൽകണം. അതെ, നമ്മൾ പണ്ടൊക്കെ പറയും, കല്യാണ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകും, "ഓ, ആ പപ്പടം ഒന്ന് ചെറുതായി പോയി, അതെ. പഴം ഒന്നും പഴുത്തില്ല." കുറ്റം പറയാത്ത ആരും ഉണ്ടാകാറില്ല സത്യം. എവിടെയും, അല്ലേ? അതെ, അതെ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? അതെ. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമാണ് പറഞ്ഞത്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഉപ്പ് കൂടിയോ കുറഞ്ഞോ ഒരു സംശയങ്ങളാണ്, അതെ. വെറുതെ പറയാം. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പം ഷെഫ് പിള്ള എന്ന് പറഞ്ഞ താങ്കളുടെ സ്ഥാപനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ തൃപ്തിയോട് കൂടിയാണ് ആളുകൾ മടങ്ങുന്നത്. ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുള്ളതാണ്. വളരെ തൃപ്തിയോടുകൂടി മടങ്ങുന്നു. അത് കേൾക്കുമ്പോഴായിരിക്കും ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ ശരിക്കും മനസ്സിലായത് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഞാൻ ജോലി ചെയ്ത് 10 15 വർഷത്തോളം ഇന്ത്യയിൽ നിന്ന് പോയിട്ടാണ് ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നത് 2005. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ചിന്തയൊക്കെ മാറിയത്. ഭക്ഷണം എന്ന് പറയുന്നത്, ഉണ്ടാക്കുന്നത് വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കരിയറാണ്. അല്ലെങ്കിൽ ഷെഫ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ ഭയങ്കര എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നാട്ടിലൊരു പാചകക്കാരൻ ഇപ്പോൾ ഒരു കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ അന്നത്തെ ദിവസം മാത്രം അയാളോടൊരു സ്നേഹം. പിന്നെ അയാളെ കണ്ടാൽ പോലും ആരും മിണ്ടുകൂടിയില്ല. അപ്പോൾ ഈ ഒരു ഭക്ഷണം കുറ്റം ആണ് ഏറ്റവും മെയിൻ. എന്തൊക്കെയാണ് കുറവുകളാണ് ആദ്യം ശ്രദ്ധിക്കുക. ഭക്ഷണം എന്ന് പറഞ്ഞാൽ പല റോ മെറ്റീരിയൽ, പല ഇൻഗ്രീഡിയൻസ്, പല സാഹചര്യത്തിൽ വെള്ളം, ഇതെല്ലാം ചേർന്നൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു കെമിസ്ട്രി ഇല്ലേ? ഇപ്പോൾ അരി തന്നെ പലയിടത്തുനിന്ന് വന്നിട്ട് ഒരു വെള്ളത്തിലിട്ട് എത്രയോ മണിക്കൂർ തിളച്ച് ഒരു മിനിറ്റ് ആ വേവിൻ്റെ പാകം എന്ന് പറയുന്ന ഒരൊറ്റ മിനിറ്റ് മാറിയാൽ ചിലപ്പം ഇത്തിരി ഒന്ന് വെന്ത് കുഴയും. ആ ഒരു കൃത്യസമയത്ത് ഊറ്റിയെടുത്ത് കൃത്യം വെള്ളം വാർന്നു പോകുന്ന രീതി വെച്ചാലാണ് ഈ ചോറ് പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ ചോറിനൊരു പാകമുണ്ട്. ചൂട് കൃത്യമായിരിക്കണം, ഒരുപാട് ഓവർ കുക്ക് ആവരുത്, എന്നാൽ വേവ് കുറയാൻ പാടില്ല. ഞാൻ കറികൾ പിന്നെയും കോംപ്ലക്സ് ആണ്. ഒരു സാമ്പാർ എന്നൊക്കെ പറയും നമ്മൾ, ഓ സാമ്പാർ ശരിയായില്ല. ഈ കല്യാണത്തിനൊക്കെ ലിറ്റർ കണക്ക് 1000 ലിറ്ററൊക്കെ സാമ്പാർ, ഇത്രയും പരിപ്പ് ആദ്യം വേവിച്ച് മാറ്റി കഷ്ണങ്ങളൊക്കെ ഓരോന്നും ഉടയാതെ അതിൻ്റേതായ സമയത്തിടണം. ഇപ്പം തടിയങ്ക അല്ലെങ്കിൽ ഭയങ്കര ഏറ്റവും അധികം വേവുള്ള മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് അതിനുശേഷം വെണ്ടയ്ക്ക ഇടുന്നൊരു സമയമുണ്ട്, വഴുതനങ്ങ ഇടുന്നൊരു സമയമുണ്ട്, പച്ചമുളക് ഇടേണ്ട ഒരു സമയമുണ്ട്. കാരണം ഇതെല്ലാം വിസിബിൾ ആയിരിക്കണം. ഒരു പ്രൊഫഷണൽ ഷെഫായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ സാമ്പാർ എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു നിൽക്കാൻ പാടില്ലല്ലോ, കഷ്ണങ്ങളൊക്കെ കാണേണ്ടത് കാണണം. അപ്പോൾ അതിനൊക്കെ കൃത്യമായ വേവും സമയവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് പാലിച്ചാണ് ഇവർ ചെയ്യുക. ഇതിൻ്റെ ഇടയിലൊരു പിഴവൊക്കെ പറ്റിയേക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ പോലും ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കൊള്ളില്ല എന്നങ്ങ് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കും. അപ്പോൾ ആഹാരം ഉണ്ടാക്കി ഒരു കുറ്റം വരിക എന്നൊക്കെ പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. എത്ര പ്രൊഫഷണൽ ട്രെയിൻ ഷെഫായാലും ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട്, അന്നത്തെ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനെയുള്ള ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള സംഭവം ചെയ്യാം. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് തെറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറവുകൾ വരുത്താതിരിക്കാനാണ് ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് ഞാനിപ്പോൾ ഒരു 30 വർഷമായിട്ട് പല ലോകത്തുള്ള നല്ല നല്ല ഷെഫ്മാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല നല്ല കിച്ചണിൽ കാണാൻ പറ്റി, നല്ല ഹോട്ടൽസ് കണ്ടിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരുപാട് ട്രാവൽ ചെയ്ത് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സിൽ പോയി ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലും നോളജിലും ഇതൊക്കെ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമെന്ന് പഠിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു എന്നാണ് അല്ല, ഏറ്റവും. ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞല്ലോ, അമ്മമാർ വെച്ച് നമ്മൾ അതെ, ഭക്ഷണം കൊള്ളില്ല എന്ന് കുറ്റം പറയുന്ന മക്കൾ. നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളെയാണ് കൈകൂപ്പേണ്ടത്, അല്ലേ? 100%. അമ്മമാരെയും വൈഫുമാരെയും മക്കളെയും പെൺമക്കളെയും. ഒരു സ്ഥലത്തുനിന്ന് പോയി അടുത്ത വീട്ടിൽ താമസിക്കുന്ന പെൺമക്കൾ, അല്ലേ? അതാണ് അവിടെ ഫുഡ് വെച്ച് കൊടുക്കണം. നമ്മുടെ വൈഫ് നമ്മളൊക്കെ വരുമ്പോൾ കാത്തിരുന്ന് ഫുഡ് തരുന്നു, അല്ലേ? തരുന്നു. അവരിപ്പോൾ പറഞ്ഞു ഓരോ സാമ്പാറിൻ്റെ വെണ്ടയ്ക്ക ഇടേണ്ട സമയം, പച്ചമുളക് ഇടേണ്ട സമയം,
തക്കാളി ഇടേണ്ട സമയം ഒരു സമയമാണ് വരും. ഇവരിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമയോടുകൂടി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പോയി കഴിക്കുമ്പോൾ അതിന് രുചിയില്ല എന്ന് സ്വന്തം പറയാം. ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വേദന. മിക്കവാറും ഇപ്പൊ ഈ ഒരു ഒറ്റ കാര്യത്തിൽ കേരളത്തിലെ ഒരു വീട്ടമ്മ, ഒരു നോർമൽ ഒരു കുടുംബം, ഭർത്താവ്, 2 കുട്ടികളൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ, ഒരു അമ്മയുടെ ചിന്ത രാത്രി 9 മണിക്ക് അവർ ഉറങ്ങുമ്പോൾ ഇന്നത്തെ നാളത്തെ ദോശമാവ് പുളിക്കുവോ എന്ന ചിന്തയോടായിരിക്കും അവർ കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനകത്ത് ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ ആ ഒരു അവരുടെ മൈൻഡ് സെറ്റ് ഇപ്പം നമ്മളൊരു ഷെഫ് എന്ന നിലയിൽ അറിയാൻ പറ്റും. ഇതൊന്നും ആ വീട്ടുകാർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഒരു രാവിലെ ദോശയാണോ അല്ലെങ്കിൽ ഇനി ഇഡ്ഡലിക്ക് മാവ് അല്ല അപ്പത്തിന് മാവ് അരച്ചിട്ട് അത് രാത്രി കൃത്യമായിട്ട് അടച്ചു വെച്ച് അതിനകത്ത് കപ്പി കാച്ചിയോ അല്ലെങ്കിൽ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പുളിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ചിന്ത. രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൃത്യമായിട്ട് വരില്ല. അല്ലെ തേങ്ങ തിരിങ്ങി ഒരു ചമ്മന്തി അരയ്ക്കണം, അല്ലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ, അല്ലെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടോ, വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ലഞ്ചും ഉണ്ടാക്കി പിന്നെ വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ജോലി ഉള്ളുണ്ടെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു പിഴവെന്ന് പറയുന്നത് തീർച്ചയാണ്. അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു കുറ്റം ഒന്ന് കരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഇത്തിരി എരിവ് കൂടിയാലോ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭക്ഷണം ഉണ്ടാക്കി എപ്പോഴും കുറ്റമൊന്നുമല്ല, എപ്പോഴെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അതൊക്കെ അതിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സൽ ആരുണ്ടാക്കിയാലും. അപ്പോൾ നമ്മൾ തിരിച്ച് ചിലരൊക്കെ പറയും ഞാൻ ഉണ്ടാക്കുന്ന കറി അടിപൊളിയാണ്. അവർ പക്ഷേ വല്ലപ്പോഴും അതെ ഒരിക്കൽ അതെ അതെ ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ നല്ല മൂഡുള്ളപ്പം ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഏറ്റവും നല്ലതായിട്ട് വരും. ഭയങ്കര ടെൻസും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഭക്ഷണം നന്നാവില്ല. അപ്പോൾ നമ്മളൊരു ആണുങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നത് എന്താ, ഇന്ന് ഫ്രണ്ട്സ് വന്നു അല്ലെങ്കിൽ ഞായറാഴ്ച വന്നു, ശരി എങ്കിൽ ഇന്നൊരു സംഭവം ചെയ്യാം, ഒരു 2 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് പുള്ളിയുടെ സെറ്റപ്പിൽ ഒരു 4-5 പേര് മക്കളും ഭാര്യയൊക്കെ എല്ലാ അസിസ്റ്റന്റ്മാരായിട്ട് കൂടെ നിന്നിട്ട് പുള്ളി ചിലപ്പോൾ നല്ലൊരു കറി ഉണ്ടാക്കും. അത് വെച്ച് ഒരിക്കലും കമ്പയർ. നിങ്ങളൊരു ഒരു 3 മീല് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുക ഒരു 7 ദിവസം, അപ്പം മനസ്സിലാവും. അതായത് ഒരാൾക്ക് ഒരു ആവറേജ് ഒരു 21 മീലുണ്ടാവും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്ന് വെച്ചാൽ 7 ദിവസം കഴിക്കുകയാണെങ്കിൽ 21 മീല്. ഇത് 21 മീൽ ഇവരാണ് ഉണ്ടാക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ ബ്ലോക്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴാണ് ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കണം, അതിനൊരു കറി ആയാലും, രാത്രി ചോറ് തീർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ രാത്രി ഇതിനിടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കണോ, വൈകിട്ട് ചായ, ടീ, സ്നാക്സ് എക്സ്ട്രാ ആണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ 1 ഓഫ് ടൈമിലൊക്കെ കുക്ക് ചെയ്തിട്ട് എനിക്ക് നമ്മുടെ കറിയാണ് നല്ലതെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് സംഭവം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്, പക്ഷേ അത് വെസ്റ്റേൺ കൺട്രീസിലൊന്നും ഒരിക്കലും ഇല്ല. അത് എല്ലാവരും കൂടെ എപ്പോൾ എന്ത് കുക്കിങ്ങും ഒരുമിച്ചൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊരു സ്ത്രീകൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, ഇത് അവരുടെ 100% ഡ്യൂട്ടി എന്ന നിലയിലൊക്കെ വിടും. അങ്ങനെ മാറിയിരിക്കുന്നു അല്ലേ അതെ. നമ്മുടെ കുടുംബ പക്ഷെ ഒത്തിരിയൊക്കെ മാറ്റമുണ്ട്. മാറ്റം വന്നിട്ടുണ്ട്. അപ്പം പുരുഷന്മാർ കൃത്യമായിട്ട് ഈ ഷെഫ് പറയുന്നത് കൃത്യമാണ്. നമുക്കെന്നും ഞാൻ ഉൾപ്പെടെ ഉള്ള സമൂഹത്തോടാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെ കുടുംബത്തിലുള്ള നമ്മുടെ വൈഫാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും വെക്കുന്ന ഫുഡിന് ഒരു കുറ്റവും പറയാതെ നമ്മൾ കഴിക്കുക. അവർ രാത്രി ഉറങ്ങുമ്പോഴുള്ള കാര്യം പറയാം. അതാണ് എനിക്ക് ഏറ്റവും മനസ്സിലുള്ളത്. രാത്രി ഉറങ്ങുമ്പോൾ അവർ രാവിലത്തെ ഫുഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. സത്യമാണ്. രാവിലെ അവർക്ക് രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഏറ്റവും ആദ്യം പോയി പാത്രമൊക്കെ കഴുകി വെക്കണോ അല്ലെങ്കിൽ മുറ്റം തൂക്കണോ അല്ലെങ്കിൽ ഒന്ന് കുട്ടികൾ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് അവർക്ക് പ്രഭാത ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ രാത്രി ചെയ്ത് വെച്ചിട്ട് അത് ആ മൈൻഡിൽ നിന്ന് പോകണമെങ്കിൽ ഉറങ്ങുന്നവരെ ആ ചിന്തയുണ്ടാവും. കൃത്യമാണ്. ഈ പറഞ്ഞതുപോലെ കുറെ പേർക്ക് വെച്ച് വിളമ്പി അല്ലേ, അതെ. മനസ്സിന് സംതൃപ്തി കിട്ടി. ഏറ്റവും ആദ്യം ഒരു സെലിബ്രിറ്റിക്ക് കൊടുക്കുന്നത് ഒന്ന് ഓർത്തെടുത്താൽ ഏറ്റവും ആദ്യം കൊടുത്ത് ചിത്ര ചേച്ചി. ആ. അത് 95-ലാണെന്ന് തോന്നുന്നു, കോഴിക്കോട്. അപ്പോൾ അന്ന് ഒരു പ്രോഗ്രാമിന് എന്തോ ഒരു പ്രോഗ്രാമിന് കോഴിക്കോട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ചിത്ര ചേച്ചിയുടെ ടേബിൾ ബുക്കായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്നു. അന്ന് അത് കഴിഞ്ഞിട്ട് ചിത്ര ചേച്ചിയെ പിന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടിട്ട് പറഞ്ഞു. 95-ല് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് ഭയങ്കര, ഞാൻ ഈ റാവിസിൽ വെച്ചിട്ടാണ് കൊടുത്തത്, സദ്യ ഉണ്ടാക്കി കൊടുത്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു മാഡം ഞാൻ 95-ലും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മയിലുള്ള സെലിബ്രിറ്റി അതായിരുന്നു. അന്ന് ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിത്ര ചേച്ചിയെ കണ്ടല്ലോ. ചിത്ര ചേച്ചിയും ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. ആ ഫുഡ് കഴിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ടിപ്സ് ഒക്കെ തന്നിട്ടാ പോയത്. അതല്ലേ? അതെ, അന്ന് ടിപ്സ് ഒക്കെ തന്നു. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ആയിരുന്നു ബില്ല് പേ ചെയ്ത്. എന്നിട്ട് ടിപ്സ് തന്നു. 100 രൂപ എങ്ങനെ തന്നു. ആ ടൈമിൽ 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ വിലയാണ്. ഇത് 95-ലത്തെ കാലമാണ്. അതെ. പിന്നീടുള്ള ഒരു ഓർമ്മയിലെടുക്കാൻ നമുക്ക് കുറച്ച് താരങ്ങളുടെ അടുത്തേക്ക് പോയാൽ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലണ്ടനിൽ തിരിച്ചിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരുമാതിരിപ്പെട്ട ഒത്തിരി ഇനി ആർക്കെങ്കിലും വെച്ച് വിളമ്പാനുണ്ടോ? വെച്ച് വിളമ്പാനുണ്ട്. ഒത്തിരി ആഗ്രഹമുള്ള ആരാണ്? ആഗ്രഹമുള്ള ഇപ്പൊ മലയാള സിനിമയിലാണെന്ന് വെച്ചാൽ കുഞ്ചാക്കോ ബോബൻ, അദ്ദേഹത്തെ എനിക്ക് ഇതുവരെ കാണാൻ പറ്റില്ല. ഭയങ്കര സൗഹൃദമാണ്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കും. പക്ഷെ അദ്ദേഹത്തെ ഇതുവരെ നേരിട്ട് കാണാം. എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പൊ പുള്ളി ഇതുവരെ കണ്ട് അവാർഡും കിട്ടി. അവാർഡിന്റെ സന്തോഷത്തിൽ നമുക്കൊന്ന് ഫുഡ് കൊടുക്കണം അല്ലെ? കൃത്യമാണ് കേട്ടോ. അവാർഡിന്റെ സന്തോഷത്തിൽ ഷെഫിലേക്ക് ചാക്കോച്ചനൊരു ഫുഡ് തന്നെ ഒന്നാണ് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയും. അപ്പൊ അദ്ദേഹം
ചിലപ്പോൾ നമ്മളിവിടെ ഇതേപോലെ നേരിട്ട് കാണാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ചാക്കോച്ചന്റെ തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മളും അതൊക്കെയാണ് കാണുന്നതാണ്. നമുക്ക് ആഗ്രഹം കേട്ടോ. ആഗ്രഹമാണ്. അല്ലേ? അതെ അപ്പൊ ചാക്കോച്ചൻ ഒന്ന് ഫുഡ് എനിക്ക് കൊടുക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഇഷ്ടമുള്ള ഒരാളാണ്. അല്ലേ? അതെ. ഇനി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരാളാണ്. മലയാള ഒത്തിരി അത് ഇനിയും ബാക്കി ഒരുമാതിരിപ്പെട്ടവരൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ. വലിയ ബിഗ് ആയിട്ടുള്ള എല്ലാ ഉം. ലാലേട്ടനും മമ്മൂക്കയും പൃഥ്വിരാജും ആസിഫ് അലി ഇവരൊക്കെ ആയിട്ടെല്ലാം ഈ ലാലേട്ടൻ നല്ല കുക്കാണ്. അയ്യോ ലാലേട്ടൻ സമയം കിട്ടുമ്പോൾ കുക്ക് ചെയ്യുന്ന ലാലേട്ടൻ സമയം കിട്ടുമ്പോഴല്ല അദ്ദേഹം ലാലേട്ടൻ സമയം ഉണ്ടാക്കി കഴിക്കും. ഉണ്ടാക്കി കുക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഫോണൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗാലറിക്കകത്ത് നമ്മൾ ഇടയ്ക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മൊത്തം ഫുഡ് പിക്ചേഴ്സ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മീറ്റിന്റെ ഒക്കെ പിക്ചറൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വഗ്യു അതൊക്കെ ശരിക്കും അദ്ദേഹമായിട്ട് കുറച്ചു നേരം സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ഫുഡ് നോളജ്. എന്നെ ലാസ്റ്റ് കണ്ടപ്പം ഓരോരോ പ്രൈം കട്ട് മീറ്റിന്റെ ഒക്കെ ഇത്ര എന്നിട്ട് അതിന്റെ മാർബിൾ ഇത്ര ഇത് ഇത്ര മാർബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീറ്റിന്റെ ഫാറ്റ് ഒക്കെ വെച്ചിട്ടാണ് അതിന്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് ഈ വഗ്യു എന്ന് പറഞ്ഞ ജപ്പാനീസ് കട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഓരോരുത്തർ ലാലേട്ടന് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ആംഗസിലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ മീറ്റൊക്കെ ഏറ്റവും പ്രൈം കട്ട് മീറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും ഗിഫ്റ്റ്. നമ്മൾ സാധാരണ വേറെയൊക്കെ അല്ലേ ഗിഫ്റ്റ്. അദ്ദേഹത്തിന് അറിയാവുന്നവരൊക്കെ ഈ ഫുഡിന്റെ ക്രേസും ഇതിനെക്കുറിച്ച് നോളജ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ഫോണ് മൊത്തം പുള്ളി കുക്ക് ചെയ്യുന്നപ്പോൾ അപ്പൊ ആ വീഡിയോ ഒക്കെ ഞാൻ ലാലേട്ട ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാതെ ഇതൊക്കെ വൈറലിന്റെ അങ്ങേയറ്റം പോകും. പുള്ളി കുക്ക് ചെയ്തതും ഫ്ലാംബേ വരുന്നതൊക്കെ അതിനകത്തിരിക്കുകയാണ്. ഇല്ല ഇതൊക്കെ എന്റെ പേഴ്സണൽ ഹാപ്പിനെസ്സിനാണ് ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുന്നത്. ഇടയ്ക്ക് ഓരോന്നൊക്കെ ഇടയ്ക്ക് ഇടും. ഇടയ്ക്ക് അത് ആരെങ്കിലും ഇടുന്നതാണ്, അദ്ദേഹം ഇടുന്നതല്ല. ഇടില്ല. എനിക്ക് സെമിറംസ കുറച്ച് അവരൊക്കെ ചേർന്ന് കുക്ക് ചെയ്യുമ്പോൾ അവര് ഷൂട്ട് ചെയ്യുന്നത്, അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് ഇതേപോലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മെമ്മറി ആയിട്ട് അതിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കിച്ചണിൽ ഇല്ലാത്ത എല്ലാ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. കോമ്പിനേഷൻ ഓവൻ, കോമ്പി ഓവൻ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു വലിയ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ് അല്ല ആ ഒരു ലെവൽ ഓഫ് റെസ്റ്റോറൻറ്റ്സിലാണ് അങ്ങനെയൊക്കെയുള്ള കുക്കിംഗ് വേണ്ടത്. ഒരു വീട്ടിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് നമുക്ക് ഗ്രില്ല് ചെയ്യാം, സ്റ്റീം ചെയ്യാം, അല്ലെ ഗ്രില്ലും സ്റ്റീമും കൂടെ ഒരുമിച്ച് ചെയ്യാം. റേഷണൽ എന്ന് പറഞ്ഞൊരു ജർമ്മൻ കമ്പനിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓവനാണ്. അതിൻ്റെ ഹോം വേർഷൻ പാക്കോ ജെറ്റ്, പിന്നെ തെർമോമിക്സ് എന്ന് പറഞ്ഞൊരു ബ്ലെൻഡർ ഉണ്ട്. ഏറ്റവും ഷെഫുമാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എക്യുപ്മെന്റ്സ്. അതൊന്നും വീടുകളിലൊന്നും കാണാറ്. ഞാനിവിടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതെല്ലാം വാങ്ങിച്ചു. അപ്പൊ ഇതിന്റെയൊക്കെ നോളജ് ഉണ്ട്, ഇത് എങ്ങനെ ഉപയോഗിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ സോസ് റെഡിയാക്കണം, എല്ലാ സംഭവങ്ങളും അറിയാവുന്ന ഒരു അദ്ദേഹമാണ് ലാലേട്ടൻ. ഈ ലാലേട്ടന് വെച്ച് വിളമ്പിയല്ലോ, ലാലേട്ടന് ആദ്യം കൊടുക്കുന്ന എന്നാണ്? ലാലേട്ടന് കൊടുത്തത് എനിക്ക് തോന്നുന്നു ലീലയിൽ വെച്ചിട്ടാണ്. അന്ന് 2002 ബോംബെ അല്ല, ബാംഗ്ലൂർ ലീല പാലസിൽ. അന്ന് ബ്രേക്ക്ഫാസ്റ്റ് അദ്ദേഹത്തിന്റെ റൂമിലാണ് സെർവ് ചെയ്യുന്നതൊക്കെ. കൃഷ്ണൻ നായർ സാർ അതിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു ആളാണ്. അപ്പൊ ലാലേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ കൃഷ്ണൻ നായർ സാറും വരും ആ ടൈമിൽ ബാംഗ്ലൂർ വരുമ്പോ. അതേപോലെ അപ്പൊ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ചമ്മന്തി, അതൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത്. നമ്മുടെ ദോശ ഇങ്ങനെ വളരെ പുള്ളിക്ക് ചെറിയ കുഞ്ഞു ദോശയാണ് വേണ്ടത്, നല്ല മസാല ദോശയുടെ നമുക്കുള്ളതും വേണ്ട, നമ്മുടെ നാട്ടിലെ കുട്ടി ദോശ. എന്നിട്ട് നല്ല നീളൻ ചമ്മന്തി, കടുക്, ചുവന്നുള്ളിയും തേങ്ങയും കൂടെ അരച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കടുകും ചെറിയ ഉള്ളിയും കൂടെ വറുത്ത് വത്തൽമുളകും കറിവേപ്പില, ആ ലൂസ് ചമ്മന്തി, കുറച്ച് സാമ്പാർ, ഭയങ്കര ഫേവറേറ്റ്. ആ ടൈമിൽ അതൊക്കെയാണ് കഴിക്കുക. അത് കഴിച്ച് ആദ്യം കാണുകയും ആദ്യം കണ്ടത് അവിടെ വെച്ചാണ്. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിച്ച് അന്ന് പോയി നമുക്ക്, ഞാൻ അന്നൊരു ജൂനിയർ ഷെഫാണ്. 2002 ഒരു 20-22 വയസ്സേ ഉള്ളൂ. അങ്ങനെ നമുക്ക് അവരുടെ ലീല പാലസ് എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് അങ്ങനെ പോയി അടുത്തൊന്നും നമുക്ക് ലാലേട്ടനെ കാണാൻ ഇങ്ങനെ വന്നു എന്നുള്ളതല്ലാതെ ഒരുപാട് അന്ന് ഫോട്ടോയോ ക്യാമറയോ ഒന്നും ഇല്ല. ആ സമയം ഫോട്ടോ ഉണ്ട്, അല്ല ക്യാമറയുണ്ട്, നമുക്ക് അങ്ങനെ പോയൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ വെച്ചാണ് ആദ്യം കണ്ടത് ഈ ഒരു ഫുഡ് കൊടുക്കുക. പിന്നെ തിരിച്ച് ലണ്ടനിൽ നിന്ന് വന്നു കഴിഞ്ഞ് റാവിസിൽ വന്നിട്ട് ഒരു ഒത്തിരി തവണ. അന്നത്തെ സംഭവം പിന്നെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും ലാലേട്ടന്റെ ഒരു ഓർമ്മ വരുന്നത് ഇപ്പൊ വേൾഡ് കപ്പ് ടൈമിൽ കളി കാണാൻ ദോഹയിൽ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ അവിടെയാണ് അദ്ദേഹം വരുമ്പോ നിൽക്കുക. അപ്പൊ അവിടെ കുറെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എവിടെ ആയാലും ആ ഒരു ചുറ്റുപാടുള്ള ഒരു 20 ഫ്രണ്ട്സ് കാണും. ഏറ്റവും കുറഞ്ഞത് ഒരു 50 പേരെങ്കിലും കാണും ഓരോ സ്ഥലത്തും. അപ്പൊ ഇവരെല്ലാവരും ഇദ്ദേഹത്തെ കാണാനായിട്ട് വരും. അങ്ങനെ അദ്ദേഹം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഓപ്പൺ ചെയ്ത സമയമാണ്. അവിടുന്ന് അപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നു, ബിരിയാണി, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ. അപ്പോൾ ഇവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാ ആൾക്കാരും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനിയും കുറെ ഗസ്റ്റ് വരാനുണ്ട്. അവരടുത്ത ഫ്ലൈറ്റിൽ മാധവൻ സാറൊക്കെയാന്ന് തോന്നുന്നു കളിയാണ്. അങ്ങനെയൊക്കെ അവരൊക്കെ അപ്പൊ അവർക്കുള്ള ഭക്ഷണമുണ്ട്. അപ്പൊ കഴിച്ചു കഴിയുമ്പം എല്ലാവരും എഴുന്നേറ്റ് പിന്നെ ലാലേട്ടന്റെ ചുറ്റും നിന്ന് വർത്താനം പറയാണല്ലോ. അപ്പൊ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ അതേപോലെ തന്നെ ഇരിക്കുകയാണ് ബാക്കി.
പുള്ളി പെട്ടെന്ന് വന്ന് ഇതെല്ലാം എടുത്ത് മാറ്റി ടേബിളൊക്കെ വൃത്തിയാക്കി ഉം. ബിരിയാണി അടച്ചു വെച്ച് ചൂടോടെ. എന്നിട്ട് അപ്പം അദ്ദേഹം പോയി നിന്നപ്പോൾ എല്ലാവരും ഓടി. അവിടെ ഒരുപാട് സ്റ്റാഫൊക്കെ ഉള്ള ആ ഉം, വീട്ടിൽ. ഉം. എല്ലാവരും ഓടി വന്ന് ലാലേട്ടൻ അപ്പം പറഞ്ഞില്ല, ഭക്ഷണം ഇനിയും ആൾ കഴിക്കാനുണ്ട്, ചൂടോടെ കഴിക്കണം, ടേബിളൊക്കെ ഇതെല്ലാം. അത് പുള്ളി അവിടുത്തെ പുള്ളി ഗസ്റ്റാണ്. ഗസ്റ്റാണ്. അപ്പൊ അത് പെട്ടെന്ന് എല്ലാം വന്നിട്ട് ആ ടേബിൾ എല്ലാം അറേഞ്ച് ചെയ്ത് ഫുഡെല്ലാം എടുത്ത് ലൈൻ. അപ്പൊ അദ്ദേഹം വന്നപ്പോൾ ബാക്കിയുള്ളവരോട് ചോദിച്ചു. അപ്പൊ ഉം, ഉം. പറഞ്ഞു ഇനിയും വരാനുണ്ട്, അത് ചൂടോടെ അവരും കഴിക്കണം, അത് അടച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അതിനകത്തിരുന്ന് ആ ടേബിളിനകത്തിരുന്ന് ബിരിയാണി കഴിച്ചതല്ലേ, അതെല്ലാം അദ്ദേഹം ക്ലിയർ ചെയ്യാണിരുന്നത്. ഒരു 10-12 പേര് കഴിച്ച ടേബിളാണ്. പുള്ളി അത് സ്വന്തം വീട് പോലെ ഇനിയും ആൾക്കാർ വരാറുണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ല, അത് കാണുമ്പോൾ വലിയൊരു മനസ്സാണ് അയ്യോ അല്ലേ? പറയാതിരിക്കാൻ പറ്റില്ല അതൊന്നും. അത് പറയാ, അത് ഗംഭീര സംഭവം കേട്ടോ. അങ്ങനെയൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഈ ഖത്തറിലല്ലേ, ഈ ദോഹയില് അവിടെ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് അതെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഈ പറഞ്ഞ മമ്മൂക്കാനെ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ മമ്മൂക്കാനെ ഓർക്കെടുക്കുക, മമ്മൂക്കയുടെ ഭയങ്കര ഒരു പേഴ്സണലായിട്ട് മമ്മൂക്ക കോഴിക്കോട് വന്നു. എന്തോ ഒരു ഷൂട്ടാണോ എന്തോ ഒരു മലപ്പുറത്ത് കണ്ട് ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ഒരു ഉദ്ഘാടനത്തിനായിട്ട് വന്നതാണ്. അപ്പൊ ലഞ്ച് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ വരും എന്ന് പറഞ്ഞ് കോള് വന്നു. മറ്റേ ഏത് ഹോട്ടലാണ്? റാവിസ് കടവില്. ആ. അപ്പൊ തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഉണ്ണിച്ചേട്ടനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ കൂടെ കോഴിക്കോട് വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ മമ്മൂക്ക വരും, ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സാധനം നമുക്കറിയാം. അപ്പോൾ അതൊക്കെ റൂമിൽ കൊണ്ടുവന്ന് 3 പേരുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തു. പുള്ളിക്കാണെങ്കിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് ഭയങ്കര വിശന്നാണ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ലഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. അപ്പോൾ ചോറ് കറികൾ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ചെമ്മീൻ കറി, കുറച്ച് ഞണ്ട് ഇഷ്ടമായിട്ട് ഞണ്ടിൻ്റെ ഇറച്ചി മാത്രം എടുത്ത് നമ്മൾ ഉലർത്തി കൊടുത്തു. പിന്നെ അതേപോലെ കുറച്ച് പച്ചക്കറി, മീനും ഇതെല്ലാം കൂടാണ്. അപ്പോൾ ചെമ്മീൻ കറി ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ ചെമ്മീൻ, ചെറിയ ഉള്ളിയിലെത്തിട്ടുള്ള ആ ഒരു മാങ്ങയും തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ടുള്ള ഒരു കറിയും ഈ ഞണ്ട് ഉലർത്തിയതുമാണ്. അത് ഞണ്ട് ഷെല്ലൊക്കെ ആകുമ്പോഴല്ലേ പാട്. ഇത് വലിയ ഈ മഡ് ക്രാബിൻ്റെ മീറ്റ് മാത്രം എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് കഴിക്കാം എത്ര വേണമെങ്കിൽ. അപ്പോൾ ഒരു ഭയങ്കര വിശപ്പ് കൊണ്ട് ചോറ് കഴിച്ചിട്ട് ഇത്തിരി ചോറൂടെ എടുക്കാം അല്ലേ. പക്ഷേ പുള്ളി അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ ഞാൻ മനസ്സിലാക്കി. ഭക്ഷണത്തിന് അത് നല്ല വിശപ്പുണ്ട്, ഇഷ്ടപ്പെട്ട കറിയാണ്, എന്നിട്ട് കഴിക്കുവാൻ എടുത്തിട്ട് പുള്ളി പറഞ്ഞു വേണ്ട, ഇനി അത് കഴിക്കാൻ പാടില്ല, ഇത്രയും മതി എന്നും പറഞ്ഞിട്ട് ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ ഈ ഇപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ചൊക്കെ ആളുകൾ പറയും എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു മനുഷ്യൻ്റെ ഡിസിപ്ലിൻ കൃത്യമായിട്ട് അത് അന്നത്തെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട. പുള്ളി വാദോരാതെ അതിനെക്കുറിച്ച് റെസിപ്പിയെക്കുറിച്ച് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് 1-2 റെസിപ്പി പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഇരുന്നാണ് കഴിച്ചതൊക്കെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിപ്ലിൻ, ആഹാരം കഴിക്കുന്നതിനുള്ള ഒരു മിതത്വം എത്രയുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഉള്ളപ്പം കഴിക്കാതിരിക്കുന്നതാണ് ഡിസിപ്ലിൻ അല്ലേ. നിങ്ങൾക്ക് ലക്ഷറി ആയിട്ട് എല്ലാം കഴിക്കാനുണ്ട്. അല്ലാതെ വിശന്നിരിക്കുമ്പം അല്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് പട്ടിണിയെ കിടന്നുണ്ട്. അത് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാം ഉള്ളപ്പം വേണ്ടാന്ന് വെക്കുന്നതാണ് അതിൻ്റെ ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത്. അത് പാലിക്കുന്നതാണ് മമ്മൂക്ക. അത് അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി, അദ്ദേഹത്തിന് എത്രമാത്രം കൃത്യമായിട്ടാണ്. ചോറ് വളരെ കുറച്ച്, ഈ കറികളെല്ലാം എടുത്ത് കഴിച്ചു. വീണ്ടും കഴിക്കാൻ ആഗ്രഹം മനസ്സ് വന്നെങ്കിലും അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേണേൽ ഒരു 1 ഡേ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഇച്ചിരൂടെ കഴിക്കാം, അതില്ല. ഇല്ല. അല്ലേ? അതാണ് മമ്മൂക്കാടെ. ഇപ്പൊ മമ്മൂക്കാടെ സൗന്ദര്യ രഹസ്യം മമ്മൂക്ക വാർത്താ സമ്മേളനം വന്നിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. മമ്മൂക്കാടെ സൗന്ദര്യ രഹസ്യം ഇപ്പൊ കൃത്യമായിട്ട് കിട്ടിയത് ഇപ്പോഴാണ് നമുക്ക്. ഭയങ്കരമായ ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരാൾ. അതേപോലെ തന്നെയാണ് ദുൽഖറും. അയ്യോ അത് പിന്നെ അതിന്റെ അങ്ങേയറ്റത്താണെന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിന് ഈ സല്യൂട്ടിന്റെ ഷൂട്ട് 2 മാസത്തോളം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ 2 മാസത്തോളം നമ്മുടെ കൊല്ലത്ത് വെച്ചായിരുന്നു ഷൂട്ട്. അപ്പൊ അപ്പൊ അവിടെ ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് കാര്യം. അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ഷെഫ് ഉണ്ട്. അപ്പം എല്ലാ ദിവസവും ആ പേഴ്സണൽ ഷെഫ് ഉണ്ടാക്കുന്നത് മാത്രമേ കഴിക്കൂ. കുറച്ച് ബദാം, 2 ഈന്തപ്പഴം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ കൃത്യം. അതേപോലെ ലഞ്ചൊക്കെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കും. പക്ഷെ സൺഡേ ഒരു ദിവസം അദ്ദേഹം ചീറ്റ് ഡേ എന്ന് പറയും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി, മീറ്റ്, എന്നിട്ട് പറയും അന്നത്തെ ദിവസം മാത്രം. അല്ലാതെ ഒരു ദിവസവും പുള്ളി തൊടൂല. അതും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സൗഹൃദം ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഏറ്റവും അടുത്ത്. അത് പഴയ കാലം അല്ല, ഇപ്പോഴത്തെ സുഹൃത്തുക്കളല്ല. പുള്ളിയുടെ കൂടെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവിടെ വരും. ഞായറാഴ്ച ഷൂട്ടില്ലാത്ത അവരുടെ ഒരു ബ്രേക്ക് ഡേ ആണെങ്കിൽ ഈ സുഹൃത്തുക്കളൊക്കെ കൊച്ചിയിൽ നിന്ന് വരും. ഇവരെല്ലാം കൂടി ഇരുന്ന് കുറേ മീറ്റും ബിരിയാണിയൊക്കെ ആയിട്ട് അന്നിരുന്ന് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കും. അല്ലെങ്കിൽ ഭയങ്കര അതേ ലെവലിലാണ് അദ്ദേഹം പോകുന്നത്. ഞാൻ ആ 2 മാസവും ഇതേ ഡിസിപ്ലിൻ കണ്ടൊരു വ്യക്തിയാണ്. അപ്പൊ ഈ 2 മാസം
പക്ഷെ പിള്ളക്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ആ കൊടുത്തു. ഈ സൺഡേ ഒക്കെ നമ്മുടെ സൺഡേ നമ്മളെ ദിവസമാണ്. വെച്ചു കൊടുക്കണം. സൺഡേ നമ്മൾ നിർവ്വാണയൊക്കെ ഉണ്ടാക്കി 2ഉം 3ഉം ഒക്കെ ആയിട്ട് കരിമീൻ നെയ്മീൻ ഇതൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുത്ത് ഉം, കറിയൊക്കെ ആയിട്ട് അവരെല്ലാവരും അവരുടെ ഒരു കുറെ ഏറ്റവും അടുത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഉം, പുള്ളിക്ക്. ഉം. ഏറ്റവും അടുത്തെന്ന് വെച്ചാൽ അത് സിനിമയിലുള്ളവരും അല്ലാത്തവരായിട്ടുള്ള ഒരു 5-6 ആൾക്കാർ. സൗഹൃദം ശരിക്കും നോക്കുന്ന ആളാണല്ലോ സൗഹൃദം ദുൽഖർ. നോക്കാം, ഒരുപാട് സൗഹൃദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഉള്ളവരെ ഉള്ളവരെ കൃത്യമായിട്ട് നോക്കും. ഏറ്റവും ഭയങ്കരം അത് സിനിമയിലില്ല. ഉം. അവർ ഇദ്ദേഹത്തെ കാണാനും ഈ ഷൂട്ട് ദിവസം ഇദ്ദേഹത്തിന്റെ ബ്രേക്ക് സമയത്ത് വർത്താനം പറയാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. ഉം. അങ്ങനെയൊക്കെയുള്ള അത് ആദ്യത്തെ സണ്ണി വെയിൻ, അന്ന് സണ്ണി അതെ, വെയിൻ ഉണ്ട്. സണ്ണീവനുമായിട്ടുള്ള ഭയങ്കര ആ കമ്പനിയാണല്ലോ. സണ്ണി വെയിൻ അന്ന് ആ സിനിമയിലില്ല. ഉം, ഉം. പക്ഷെ ഇദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു സമയത്താണെങ്കിൽ അവിടെ വരും. വന്നിട്ട് പിന്നെ നമ്മുടെ ശേഖർ ഉം, DJ അവരൊക്കെ ഏറ്റവും കട്ട ഫ്രണ്ട്സ് ആണ്. നല്ലപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, ഇവര് പോവും. അങ്ങനെയാണ്. അവിടെയും 2 മാസം നിങ്ങൾ തന്നെ അതെ എല്ലാ അതെ. ഒരു 2.5 break. റോഷൻ ആൻഡ്രൂ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. ആഹാ. അപ്പൊ അദ്ദേഹം അതുപോലെ അവിടെ നമ്മുടെ ഭക്ഷണമൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായി. ഇതേപോലെ ഉള്ളതാണ് മനോജ് കെ ജയൻ സാറ്. അന്ന് ആ സല്യൂട്ടിന്റെ ലൊക്കേഷൻ മൊത്തം അവിടെ ആയിരുന്നല്ലോ. നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാട്ടോ. അല്ല നമുക്ക് കൂടെ ഇരിക്കാം, സംസാരിക്കാം, നമുക്ക് അവരുടെ ഫുഡ് കഴിക്കാം. പക്ഷെ അത് കൊടുക്കുക എന്നുള്ള ഒരു കൊടുക്കുക ഭാഗ്യം. എന്നുള്ളത് കാരണം ഒരാളുടെ ഏറ്റവും വലിയ സംഭവം ഇപ്പം നിങ്ങളെ എനിക്ക് പേഴ്സണലി ഒരു തവണ അറിയാം. ഓക്കെ, നമ്മുടെ ഒരു ഭക്ഷണത്തിൻ്റെ പ്രിഫറൻസ് മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കുമ്പോഴാണ് അവരുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇടം പിടിക്കുക. ഒരു അല്ല, നിങ്ങളിപ്പോൾ ഒരു ഗസ്റ്റായിട്ട് വരുന്നു, നിങ്ങൾക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഒരു ഫുഡ് ഉണ്ട്, അത് നമ്മൾ കഴിക്കും. പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് ചെമ്മീൻ ഇഷ്ടമാണ്. ഓക്കെ, ചെമ്മീൻ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് തന്നെ നിങ്ങൾ പോലും അറിയാണ്ട് അന്നത്തെ ദിവസം കൊണ്ട് തരുവാണെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും വ്യക്തിക്ക്, അല്ലേ? നമ്മുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് നമ്മളൊരു അതൊക്കെ ലീലയിലൊക്കെ ഒരു ട്രെയിനിങ്ങിലാണ്. നമ്മുടെ ഒരു ഗസ്റ്റ് വരുമ്പം അവരൊരു ബുക്ക് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു പ്രൊഫൈലുള്ള, ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരാളെ നമുക്ക് അറിയാൻ പറ്റില്ല, അവരുടെ ബാക്ക് എൻഡിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രൊഫൈലാണ്, അവരെക്കുറിച്ച് കംപ്ലീറ്റ് നമ്മൾ സ്റ്റഡി ചെയ്യും. അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ഫുഡ് പ്രിഫറൻസ് ഉണ്ടോ, ചിലർ വീഗൻ ആണോ, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് അവർക്ക് ആദ്യമായിട്ട് ഒരു ഗസ്റ്റ് ഫസ്റ്റ് ടൈം വരുന്നത്. അവരെക്കുറിച്ച് ഒരു പ്രൊഫൈലായിട്ടുള്ളൊരു ഗസ്റ്റ് ആണെങ്കിൽ അത് സെലിബ്രിറ്റി തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ വലിയൊരു ബിസിനസ് മാൻ ആയിരിക്കാം. അപ്പോൾ ഇവരുടെയൊക്കെ പ്രിഫറൻസ് നമുക്ക് അറിഞ്ഞാൽ നമ്മൾ അവർ ആദ്യം തന്നെ വരുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. ഇപ്പം ചിലർ ഇപ്പം പിണറായി സാർ, അദ്ദേഹത്തിന് വഴുതനങ്ങ ഇഷ്ടമല്ല ഭക്ഷണത്തിൽ. അത് ഇടയ്ക്കിടയ്ക്ക് പുള്ളി പറയും ഏതെങ്കിലും ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഇഷ്ടം. അപ്പോൾ നമുക്കത് അറിയാമെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മെനു വരുന്ന ആ 7 ഇലത്തോട്ട് വഴുതനങ്ങ അടുപ്പിക്കില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ അല്ല അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഭക്ഷണം തയ്യാറാക്കാൻ പറ്റിയാൽ അവർക്ക് കൂടുതൽ സന്തോഷം. ഇപ്പം നിങ്ങൾക്ക് ചേന ഇഷ്ടമല്ല എന്ന് നമ്മൾ അറിയുകയാണ്. അപ്പം നിങ്ങൾക്കൊരു അവിയൽ ഉണ്ടാക്കി തരുമ്പോൾ അയ്യോ ഇതിനകത്ത് അവിയലാണോ, ചേന ഇല്ലേന്ന് ചോദിക്കും. സാർ ഇത് ചേനയില്ലാത്ത അവിയൽ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീൽ എന്തായിരിക്കും? അതെ, അതെ, അത് തന്നെയാണ് ഇതിന്. അപ്പൊ അതൊക്കെ ഒരു അങ്ങനെ സ്റ്റഡി ചെയ്യും അല്ലേ? സ്റ്റഡി ചെയ്യും. അത് എല്ലാ ഹോട്ടലിലും ഒരു പ്രൊഫൈലിൽ നേരത്തെ ബുക്കിംഗ് ഒക്കെ നേരത്തെ നമുക്കൊരു സമയം കിട്ടിയാൽ അങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റഡി സംഭവം. ചെയ്യും. ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ മലയാള സിനിമയിലെടുത്ത് നമുക്ക് അന്യഭാഷാ സിനിമയിൽ നിന്നും ആർക്കാണ്? അന്യഭാഷയിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടായിട്ട് കമൽ സാറ്, ആ. പിന്നെ അമീർ ഖാൻ, അതേപോലെ അങ്ങനെയൊക്കെ, പിന്നെ വിജയ് സേതുപതി, അങ്ങനെ കുറെ, പ്രഭുദേവ സാറിന് എനിക്ക് ലണ്ടനിൽ വെച്ചിട്ട് അത് ഭയങ്കര എൻ്റെ ഏറ്റവും വലിയൊരു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്ന് ഈ ജെന്റിൽമാനും കാതലിനൊക്കെ ഇറങ്ങിയ നമ്മുടെ കോളേജ് ടൈമിലാണ്. ആ. അപ്പം ആ ടൈമിലെ നമ്മുടെ ചെറുപ്പത്തിലുണ്ടാവുന്ന ഏറ്റവും ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് ഇവരെയൊക്കെ കാണുന്ന പോലെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പം ജെന്റിൽമാൻ റിലീസ് ആവുന്നതൊക്കെ ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നത്. അപ്പം ആ സമയത്ത് അങ്ങേരുണ്ടാക്കിയ ഒരു ഓളം നമ്മുടെ മനസ്സിലാവും. പുള്ളിയെ ലണ്ടനിൽ പോയി കണ്ടത് ഭയങ്കര ഒരു ലണ്ടനിലെ വെച്ചിട്ടാണ് അത്. അതുപോലെ കമൽ സാറ് ഇവിടെ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി നമ്മളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ലിസി ചേച്ചി ഉണ്ടായിരുന്നു, കാളിദാസ് ഉണ്ടായിരുന്നു, ജയറാമേട്ടൻ്റെ മകൻ, പിന്നെ ഇപ്പോഴത്തെ പുഷ്പയുടെ മ്യൂസിക് ഡയറക്ടർ, ഇവരങ്ങനെ ഒരു 7-8 അവരുടെ ഏറ്റവും പേഴ്സണലായിട്ടൊരു ഇതിന് വേണ്ടിയിട്ട് ഫിഷ് കരിമീനും ചാളയും വേണമെന്ന് പറഞ്ഞു കൊച്ചിയിൽ നിന്ന് ഇവിടുന്ന് ഫ്ലൈറ്റിൽ മീനെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ പോയി അദ്ദേഹത്തിന് അതെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അത് ഭയങ്കര ഒരു ഏറ്റവും ഒരു അദ്ദേഹത്തെ പോലൊരു ഇത്രയും കമൽഹാസൻ അല്ലെങ്കിൽ രജനീകാന്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ബിംബമുണ്ട്. അപ്പോൾ അതൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം അവിടെ ചെന്ന് ഇത്രയും ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ എല്ലാം വിക്രത്തിന്റെ തൊട്ട് റിലീസിന് മുമ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വിക്രം ഉണ്ടാക്കിയത് ഭയങ്കരമല്ല. അപ്പോൾ വിക്രത്തിന്റെ പ്രൊമോഷൻ ടൈമിലാണ് അത്. അദ്ദേഹം അവിടുത്തെ ഒരു ലൈറ്റ് ബോയ് അല്ലെങ്കിൽ ഓഫീസിലൊരു സെക്യൂരിറ്റി എടുത്തൊക്കെ ഒരേ ഒരു മാറ്റമില്ല. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒത്തിരി ആൾക്കാരെ കാണുന്നതല്ലേ, അപ്പോൾ അത് ഫേക്കായിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എല്ലാവരോടും, നമ്മളോടും അവരോടും അദ്ദേഹത്തിന് യാതൊരുവിധ ഒരു ഇതില്ല. ഏറ്റവും താഴത്തെ ഒരു സെക്യൂരിറ്റി, അദ്ദേഹം കാറ് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ലിഫ്റ്റിൽ കാണുന്ന ആളെ നമസ്കാരം സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള രീതിയിലാണ് പോവുക. ഭയങ്കര ഒരു മനുഷ്യൻ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഭയങ്കര എക്സ്പീരിയൻസ്. അമീർ ഖാന് വെച്ച് വിളമ്പി. അമീർ ഖാൻ വെച്ച് വിളമ്പി, അതും ഭയങ്കര. അതും ഈ പുതിയ അദ്ദേഹത്തിന്റെ ലാൽ സിംഗ് ചെദ്ദ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പൊ ആ സിനിമയുടെ ഷൂട്ട് കേരളത്തിലും കന്യാകുമാരിയിലൊക്കെയാണ്. അത് ഏറ്റവും വലിയൊരു സങ്കടം ഉണ്ടായത് ഒന്നും പറയണ്ട. അപ്പൊ അദ്ദേഹം ഒരു പ്രത്യേക ഡയറ്റിലാണ് ഈ മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഒരു ഒരു ഡയറ്റ് പ്ലാറ്റേൺ തന്നെ ഉണ്ട്. പനീർ പോലും ഡയറി പ്രൊഡക്ട്സ് ഇല്ല. അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന് 5 ഷെഫുമാരും കൂടെയുണ്ട്. അവരുടെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അവരുടെ ബോഡി ഗാർഡ്, അത് പ്രൈവറ്റ് ഷെഫായിട്ട് 5 പീപ്പിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകതരം സാൻഡ്വിച്ച് അത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പോയി പറഞ്ഞു, സാർ ഇങ്ങനെ പോയി മീറ്റ് ചെയ്തൊക്കെ അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കുറേ സ്പെഷ്യൽ ഉണ്ട്, ഇത് അഷ്ടമുടി കായലാണ്, കുറേ അടിപൊളി മീനുണ്ട് സാറിന് വേണ്ടിയിട്ട്. അവൻ പറഞ്ഞു, മീൻ കഴിക്കാൻ പാടില്ല ഈ സമയത്ത് എനിക്ക്, പക്ഷെ പനീർ കഴിക്കാമെന്ന് പറഞ്ഞ് പനീറിൻ്റെ സംഭവമൊക്കെ ഉണ്ടായി കൊടുത്തു. അപ്പോൾ ഇത് പുള്ളിയുടെ കൂടെ ഒരു മലയാളി ഉണ്ട്. അതെ, അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം നല്ലൊരു സാധനമാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ നമുക്ക് കഴിക്കാം, ഒരു ദിവസം ചീറ്റ് ഡേ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നാളെ അദ്ദേഹത്തിന് ലഞ്ച് റെഡിയാക്കി. ഈ മീനും ഞാൻ കരിമീനൊക്കെ ഏറ്റവും ഫ്രഷ് ചെമ്പല്ലി ഇതൊക്കെ വാങ്ങിച്ചു വെച്ചു. അന്ന് ഹർത്താലായി. ഹർത്താലായപ്പോൾ നെക്സ്റ്റ് ഷെഡ്യൂൾ കന്യാകുമാരിയിലാണ്. ഇവർക്ക് ഇന്ന് രാത്രി പോയില്ലെങ്കിൽ ഹർത്താൽ സമയത്തായെങ്കിൽ ഇവരുടെ ഷൂട്ട് അറിയാലോ, എല്ലാം ഷെഡ്യൂൾ ചെയ്ത് ആ ഒരു സിനിമയുടെ കൊല്ലത്ത് മറ്റേ കാപ്പിൽ ബീച്ചിലൊരു ഷോട്ട്, പിന്നെ ജഡായുവിൻ്റെ അടുത്ത് വരണം, പിന്നെ അല്ല മൂവാറ്റുപുഴയിൽ നിന്നൊക്കെ ഓടി വന്ന് അങ്ങനെയൊക്കെ ഒരു ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ കന്യാകുമാരിയാണ്. അപ്പൊ നെക്സ്റ്റ് ഡേ പെട്ടെന്ന് ഇവര് നാളെ കേരളത്തിൽ ഒരു ഹർത്താൽ കാരണം എനിക്ക് അദ്ദേഹത്തിന് കരിമീൻ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവർക്ക് രാത്രി തന്നെ വിട്ട് കേരളം വിടേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ പോയി. അല്ലെങ്കിൽ പിന്നെ ആ ഡേയിൽ അവരവിടെ സ്ട്രക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഷെഡ്യൂൾ ചെയ്ത കന്യാകുമാരിയിലെ ഷൂട്ട് പോകും. ഒറ്റ ദിവസമാണ് കന്യാകുമാരി, അത് കഴിഞ്ഞ് വേറെ എങ്ങോട്ടൊക്കെയാണ്. അപ്പൊ ആ ഒരു അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ബ്രേക്ക് ഡേ ആയിരുന്നു. കൊല്ലത്ത് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ കന്യാകുമാരിയിൽ ട്രാവൽ ചെയ്തിട്ട് പോയിരുന്നതാണ്. അപ്പൊ ആ ഡേയിൽ നമ്മുടെ അടുത്ത് ബ്രേക്ക് ചെയ്യേണ്ട ഡേയിൽ ഹർത്താൽ വന്നു. എന്തോ ഒരു കാരണത്തിൽ ഒരു ഹർത്താൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ പറഞ്ഞു എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നായികമാര് ശോഭന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ശോഭനയാണ്. അത് പിന്നെ എല്ലാ ഒത്തിരി ശോഭനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് കോവളത്ത് വെച്ചിട്ടാണ് കൊടുത്തത്. അതും ഇതേപോലെ എല്ലാം ശോഭന. പിന്നെ നമ്മുടെ ആരാണ്, രേവതി, എല്ലാവരും ഇവരെയൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ പഴയ കാലത്തെ എല്ലാ ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇവരൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അല്ലാതെ ഇനിയിപ്പോ നമ്മളിപ്പോ ചാക്കോച്ചനെ പോലെ നായികമാരിൽ അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ കഥ ഭയങ്കര രസമാണ്. മഞ്ജു വാര്യർ ഞാൻ കൊല്ലത്ത് ആദ്യമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ടാണ് തുടങ്ങിയെന്ന് അറിയാലോ. അപ്പൊ ആ റെസ്റ്റോറൻറ്റിന്റെ അവിടെ ബിഷപ്പ് ജെറോം എന്നല്ല. അപ്പൊ അന്ന് സല്ലാവ് ഇറങ്ങിയ സമയമാണ്. അപ്പൊ അവിടെ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യരാണ് വന്നത്. മഞ്ജു വാര്യർ അന്ന് ഭയങ്കര ഒരു പാവായിട്ട് ഇങ്ങനെ അവിടെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വന്ന് മിണ്ടാണ്ടെങ്കിൽ ഇരിക്കണം. അപ്പൊ അവരുടെ ഫുഡെല്ലാം ഞങ്ങളുടെ അന്ന് ആ ഒരു കാറ്ററിംഗ് നമ്മളാണ് ചെയ്യുന്നത്, ആ റെസ്റ്റോറൻറ്റിലാണ്, അപ്പുറം ഇപ്പുറമാണ്. അപ്പോൾ ഇവരുടെ ചടങ്ങ് കഴിഞ്ഞിട്ട് ആ ജ്വല്ലറിയുടെ ഓഫീസ് റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം, ജ്യൂസ്, ബർഗർ, ഇങ്ങനെയൊക്കെയുള്ള സാധനം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബർഗറും ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തു, കഴിപ്പിച്ചിട്ട് വന്ന്. ഞാൻ തീരെ അന്ന് 17-18 വയസ്സം കണ്ടേ ഉള്ളൂ. ആ സിനിമ സല്ലാവ് ഇറങ്ങി കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതേപോലെ എപ്പോഴും മെസ്സേജ് അയക്കും. ഇതുവരെ നേരിട്ട് പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. അന്ന് ബർഗറും ജ്യൂസും ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ. ഈ നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് കൊച്ചിയിൽ വരാന്ന് പറഞ്ഞ് ഇതുവരെ സമയം നമ്മളോടൊപ്പം വരാന്നൊക്കെ ഓപ്പോസിറ്റ് കൂടുതൽ വന്നാലും ഷൂട്ടിങ്ങിനൊക്കെ വന്നാലും ഇതുവരെ വന്നിട്ടില്ല. ഇനി മഞ്ജുവും വരാൻ രണ്ടുപേരുടെ പേര് ആവശ്യപ്പെടും. ഒന്ന് ചാക്കോച്ചൻ, ഒന്ന് മഞ്ജു വാര്യർ. ചാക്കോച്ചനെ കണ്ടില്ല, മഞ്ജു ചേച്ചിയെ ഞാൻ അവിടെ ചാക്കോച്ചന് നേരിട്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അവിടെ ഒന്ന് റെസ്റ്റോറന്റ് ബർഗറും ഓറഞ്ച് ജ്യൂസും എനിക്ക് ഓർമ്മയുണ്ട്. ബർഗർ, ഓറഞ്ച് ജ്യൂസ്, പിന്നെ ചിപ്സ്, വേറെ അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ അതെങ്കിലും കൊടുത്തു. ചാക്കോച്ചന് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ. ചാക്കോച്ചന് ഈ പറഞ്ഞ പോലെ അവാർഡ് കിട്ടിയ ഇതിൽ നമ്മൾ ചാക്കോച്ചൻ ഇപ്പൊ ഷൂട്ടിന് പോകുന്നു തോന്നുന്നു. എനിക്ക് കാസർഗോഡ് ഷൂട്ടാന്ന് തോന്നുന്നു. പുതിയ പടത്തിന്റെ ഷൂട്ടിങ്ങിന് പോയോന്ന് എനിക്കറിയില്ല, പോകുന്നതാണ് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ സിനിമാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും ദുഃഖം തോന്നിയ ഒരു നിമിഷം ഏതായിരിക്കും? ജീവിതത്തിൽ ദുഃഖം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അങ്ങനെ ഭയങ്കര ഒരു കരിയർ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഒരു ലൈഫ് ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ജേണിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല. ഞാനൊരു സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രീ ഡിഗ്രി പഠിക്കാൻ പറ്റിയില്ല. ഡ്രോപ്പ് ഔട്ടായിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്തിട്ട് ഇതേപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ 16ാമത്തെ വയസ്സിൽ 450 രൂപയ്ക്ക് വെയിറ്ററായിട്ട് ജോലി ചെയ്ത് വന്ന ഒരാളാണ്. ആ നിലയിൽ എനിക്ക് ഇതൊക്കെ എത്താൻ പറ്റുമ്പോൾ നമുക്ക് പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം എക്സ്ട്രാ ബോണസാണ്. ഒരു കൊല്ലത്തെ ഒരു അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ള ഒരു ദ്വീപിനകത്ത് ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇതേപോലെയൊക്കെയുള്ള ബ്രിട്ടീഷ് പൗരത്വം കിട്ടുന്നു. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പോകാൻ പറ്റി. ഇപ്പോൾ കുറേ ബിസിനസ്സായി, കുറേ സംഭവങ്ങളായി. നല്ല ഇതേപോലെയുള്ള വിശ്വവിഖ്യാതരായ ഒരുപാട് വ്യക്തികൾക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, അവരോട് ഇടപഴകാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ദുഃഖം തോന്നേണ്ട കാര്യങ്ങളില്ല ആക്ച്വലി. പിന്നെ ഇതിൻ്റെ ഇടയിൽ, ഈ ഒരു കരിയറിൻ്റെ ഇടയിൽ
നമ്മൾ എത്തപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുഃഖിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാടെടുത്ത് നമ്മളെ റിജക്റ്റ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഈ ഒരു ഒരു കുക്ക് എന്ന നിലയിൽ പഠിക്കാതെ, ഹോട്ടൽ മാനേജ്മെൻറ്റൊന്നും പഠിക്കാതെ നമ്മളൊരു റെസ്റ്റോറൻറ്റ്സിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഷെഫ് ആവാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത കുറേ പെയിനുണ്ട്. അത് ഒത്തിരി പേര് നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ നിനക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് ട്രയലൊക്കെ കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാലും ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, എക്സ്പീരിയൻസ് അല്ല, പഠനം അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്നൊക്കെ ഭയങ്കര ദുഃഖം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് നമ്മൾ വീണ്ടും ചെയ്ത് ചെയ്ത് നമ്മൾ ചെയ്ത് തോൽക്കാൻ തോൽക്കാൻ തയ്യാറായിട്ടില്ല. അതാണ് ഒരിക്കലും തോൽക്കാൻ പാടില്ല. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷെ അന്നൊന്നും ഒരിക്കലും ഞാൻ കരുതിയല്ല എനിക്ക് ഇങ്ങനെയൊക്കെ ആവുമെന്നല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫ് ഹോട്ടൽ തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു, ഇല്ലില്ല, എവിടെയെങ്കിലും അതും ഇല്ല. അതും വിചാരിച്ചില്ല. അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞ ആ ഒരു ടൈമിൽ ഫസ്റ്റ് 15 ഇയേഴ്സ് ഉണ്ടല്ലോ ഒരാളുടെ, ആദ്യത്തെ 15 വർഷം നിങ്ങൾ എടുക്കുന്ന എഫർട്ടായിരിക്കും നെക്സ്റ്റ് 15 ഇയേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ബലമായിട്ട് കിട്ടുക. ആദ്യത്തെ 15 വർഷം നിങ്ങൾ എത്രമാത്രം എഫക്റ്റ് എടുത്തോ, എത്രമാത്രം ആദ്യത്തെ 5 വർഷം, ഈ 15 ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു ലോങ് ടൈമാണ്. ഒരു 3 ഘട്ടമാണ്. 5 വർഷം 5 വർഷം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടമാണ് ഒരാളുടെ ലൈഫ്. ഒരു 20 വയസ്സിൽ തുടങ്ങുന്നു, 25 വയസ്സിൽ തുടങ്ങുന്നു, അല്ലെ 30 വയസ്സിലോ നിങ്ങളൊരു കരിയർ തുടങ്ങുകയാണ്. അല്ല നിങ്ങൾ എന്തെങ്കിലും ആ 15 ഇയേഴ്സിൽ എടുക്കുന്ന എഫർട്ടിൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അടുത്ത 15 ഇയേഴ്സിൽ കിട്ടും. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കരിയർ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ 15 ഇയേഴ്സിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് കഴിവുണ്ടായിട്ടും, കഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള സ്കില്ലുണ്ട്. പക്ഷേ അവർ പറയുന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ തഴയും. അത് ഒരിടത്തല്ല പലയിടത്തും ആകുമ്പോൾ നമുക്കറിയാം. പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് ഒരുപാട് എക്സ്ട്രാ എഫർട്ട് എടുത്തിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ഗിവ് അപ്പ് ചെയ്യാതെ ചെയ്യുമ്പോഴാണ് കിട്ടിയത്. ആ രീതിയിൽ ഉള്ള ആ ഒരു സ്റ്റേജിൽ മാത്രമേ എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു ദുഃഖം വന്നിട്ടുള്ളൂ. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ബ്ലെസ്സിങ് അല്ലേ നമുക്ക്. എനിക്കതുകൊണ്ടൊരു സീറോ കംപ്ലൈൻറ്റ്. ഇനിയിപ്പോൾ നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല. ഞാൻ ഒരുപാട് സന്തോഷങ്ങളിലൂടെ ദൈവം എത്തിക്കേണ്ട സ്ഥലത്തേക്ക് ഒത്തിരി എത്തിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതാ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. അപ്പം കഴിഞ്ഞ 30 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ 1.5 വർഷം കൊണ്ടൊരു സ്ഥാപനം ഇത് തുടങ്ങി പെട്ടെന്ന് തന്നെ 1.5 വർഷം കൊണ്ട് 12 റെസ്റ്റോറൻറ്റ് മൾട്ടിപ്പിൾ സിറ്റിയിൽ തുറക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭയങ്കരമായൊരു അത്ര ഈസി അല്ല ചെയ്യുക എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഒരു 30ഓളം പുതിയ പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ, ഏറ്റവും അതും ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആണ് നമ്മളെ പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. മാരിയറ്റിൻ്റെ തന്നെ ഈ പറഞ്ഞ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതൊരു അമേരിക്കൻ ബ്രാൻഡിൻ്റെ ഹോട്ടലിലാണ് നമ്മളിരിക്കുന്നത്. മാരിയറ്റ് ഇൻ്റർനാഷണലിൻ്റെ ലാ മെറിഡിയൻ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഹോട്ടലാണിത്. അവിടെ ആദ്യമായിട്ട് ഒരു മലയാളിക്ക് ഒരു തേർഡ് പാർട്ടി, അവർക്കും റെസ്റ്റോറൻറ്റ്സ് ഉള്ളതാണ്, അതെ, അവർ അതെ. നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ തന്നു. ഇതിൻ്റെ സക്സസ് കാരണം ഗോവ മാരിയറ്റ്, അത് ഇന്ത്യയിലെ ആദ്യത്തെ മാരിയറ്റിൻ്റെ ഹോട്ടലാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു 28 വർഷത്തിന് മുമ്പ് ഒരു ഇൻ്റർനാഷണൽ പ്രോപ്പർട്ടി വന്ന് ഫസ്റ്റ് തുറക്കുന്നതാണ് ഗോവ മാരിയറ്റ് റിസോർട്ട്. അത്രയ്ക്ക് ലെജൻഡറി ആയിട്ടുള്ള. അത് കൂടാണ്ട് അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അംബാനിയുടെ സഹോദരിയാണ്. സാൽഗോക്കർ ഫാമിലി എന്ന് പറയും. ഗോവയിലെ ഒരു ഏറ്റവും വലിയൊരു ബിസിനസ് FC സാൽഗോക്കർ എന്നൊക്കെ, സാൽഗോക്കർ FC എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അവരാണ് ആ ഹോട്ടൽ ഉണ്ടാക്കിയത്. അപ്പോൾ അത് സെക്കൻഡ് ഇതിൻ്റെ വിജയം കണ്ടിട്ടാണ് അവർ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേത് JW മാരിയറ്റ് എന്ന് പറഞ്ഞ മാരിയറ്റിൻ്റെ ഏറ്റവും പ്രീമിയം പ്രോപ്പർട്ടിയാണ്. മാരിയറ്റിന് ഏകദേശം 30ഓളം ബ്രാൻഡ് ഉണ്ട്. ഇപ്പം നമ്മൾ റിറ്റ്സ് കാൾട്ടൺ, സെൻറ്റ് റിജിസ്, ട്രിബ്യൂട്ട്, മാരിയറ്റ്, ലാ മെറിഡിയൻ, റെനൈസൻസ്, വെസ്റ്റിൻ, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രാൻഡ്. അതിനകത്ത് JW മാരിയറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇത് തുടങ്ങിയത്. അയാളുടെ പേരിലുള്ള ബ്രാൻഡാണ് അവരുടെ വൺ ഓഫ് ദ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള. അപ്പോൾ JW ദോഹയിൽ നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റ് വീണ്ടും വരുന്നു. പിന്നെ പുതിയൊരു മാരിയറ്റിൻ്റെ കൊച്ചിയിൽ ഓപ്പൺ ആയപ്പോൾ ഫോറം മോളിലും മാരിയറ്റിൻ്റെ ട്രിബ്യൂട്ട് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടലൂടെ ഇവിടെ തൊട്ടടുത്ത്. അപ്പോൾ അവിടെയും നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് അവർ ഇൻവൈറ്റ്. അപ്പോൾ മാരിയറ്റിൻ്റെ 4ാമത്തെ പ്രോപ്പർട്ടി 1 ഇയറിൽ കിട്ടുക എന്ന് പറയുക ഇറ്റ്സ് ആൻ അച്ചീവ്മെൻറ്റ്. ഒരു മലയാളിക്ക് ഒരു അമേരിക്കൻ ബ്രാൻഡ് അവരുടെ 4 പ്രോപ്പർട്ടിയിൽ നമ്മളെ കൊണ്ടുവരുന്നു. അതുപോലെ മറ്റൊത്തിരി അവസരങ്ങളും ഇതേപോലെ ഒരുപാട്. ഇനി ഒരു 30ഓളം പ്രൊജക്റ്റാണ് കയ്യിലിരിക്കുന്നത്. അതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ദുഃഖം എന്ന് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. അതെ. ഈ നേരത്തെ നമ്മൾ ആ കാര്യം ചോദിച്ചപ്പോൾ 450 രൂപയ്ക്ക് കൊല്ലത്തൂർ റെസ്റ്റോറൻറ്റിൽ അല്ലേ, കൊല്ലത്തൂർ റെസ്റ്റോറൻറ്റ് വെയിറ്ററായിട്ട് ജോലി തുടങ്ങി അല്ലേ. അതെ. അവിടെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാവും. ഉണ്ട്. ഹോട്ടലിൽ ജീവനക്കാരനാണ് അല്ലേ, മുതലാളി മേറെയാണ്. അതിൻ്റെ താങ്കളുടെ മുകളിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങളെ പരിക്കാണ്ട് ആ ഗ്ലാസ് എടുത്തില്ലേ വഴക്ക് കേൾക്കാം, അതെ. പ്ലേറ്റ് എടുത്തില്ലേ വഴക്ക് കേട്ടാ, ഫുഡ് കഴിക്കാൻ മുന്നേ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കേട്ടിട്ടില്ലേ? അതെ. മാറിയിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ട്. അയ്യോ, കരഞ്ഞ സമയങ്ങളൊക്കെ അത് ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെ നമ്മളെ അതൊക്കെ ആ ഒരു ജൂനിയർ ലെവലിൽ അറിയാത്ത പണിയൊക്കെ ചെയ്യുമ്പോൾ തിരക്ക് വരുന്ന സമയത്ത് കസ്റ്റമറിനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് മുതിർന്ന ആളുകൾ, അവിടെ എല്ലാം ഇതൊരു പട്ടാള ചിട്ടയാണല്ലോ. തൊട്ട് മുകളിലുള്ള ആൾ ബോസാണ്, അതിൻ്റെ മേലുള്ള അതിലും വലിയ ബോസാണ്. പിന്നെ മുതലാളിയുടെ കാര്യമൊന്നും പറയേ വേണ്ട. അങ്ങനെയാണ് ആ ഒരു സമയം. അന്നൊക്കെ 90 മണിക്കൂറൊക്കെയാണ് ജോലി. ഒരാഴ്ച നമുക്ക് പോലും അറിയില്ല. രാവിലെ കയറുക,
ക്ലോസിംഗ് ആണ് ടൈം. ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ അവസാനത്തെ ഗസ്റ്റും പോയി എല്ലാം അത് ക്ലീൻ. ഏത് ഹോട്ടലാണ് കൊല്ലത്തെ? കൊല്ലത്ത് ഷെഫ് കിങ് എന്ന് പറയും. അത് ഇപ്പോഴും ഉണ്ട് ആ റെസ്റ്റോറൻറ്റ്. ആഹാ. അപ്പൊ അത് അന്നത്തെ കാലത്ത് എല്ലായിടത്തും അങ്ങനെ അങ്ങനെ തന്നെയാണ്. തന്നെ It's അല്ലാതെ അത് ഞാൻ അവരായിട്ട് ഇപ്പോഴും ചെറിയൊരു ഹോട്ടലിൽ അങ്ങനെ തന്നെയാണ്, അതൊക്കെ തന്നെയാണ്. മാറ്റമൊന്നുമില്ല. മാറ്റങ്ങളില്ല. അത് അപ്പൊ മാറിയിരുന്ന് കരയേണ്ടതായിട്ട് പല പ്രാവശ്യം അല്ലേ? പക്ഷെ അങ്ങനെയൊക്കെ ഒത്തിരി കരഞ്ഞ സമയങ്ങളുണ്ടല്ലോ. നമ്മൾ അന്നൊരു ചെറിയൊരു പയ്യനല്ലേ. ആ സമയത്ത് നമുക്കത് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ ജോലിയിലേക്ക് പോകാൻ കാരണം? ഈ തീർച്ചയായിട്ടും ഈ സാമ്പത്തികം കു- വെച്ചാൽ അച്ഛനും അമ്മ സാധാരണ അമ്മയ്ക്ക് കൂലിപ്പണി കയറ് പിരിയായിരുന്നു. അച്ഛൻ അവിടുത്തെ നാട്ടുപണി കൂലിപ്പണിയൊക്കെയാണ്. ഉം. അപ്പം 3 മക്കളെ ഇളയതാണ്. അപ്പൊ ആ ഒരു ഏറ്റവും ഇളയതാണ്. ഏറ്റവും ഇളയതാണ്. ആ. അപ്പൊ അന്നേരത്തെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ജോലി വേണം എന്ന് നിർബന്ധമായത്. അപ്പൊ അങ്ങനെ വന്നതാണ്.